നമ്മളിന്ന് വന്നിട്ടുള്ളതേ പാലക്കാട് തന്നെ ഏകദേശം 200 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. 200 വർഷം പഴക്കമുള്ള ഒരു ഹെറിറ്റേജ് ഹോമിലേക്കാണ്. ഓക്കെ, ഇത് സംഭവം എങ്ങനെയാണ് സെറ്റപ്പ്? ഇത് ഇവിടുന്ന് കാണുമ്പോൾ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ കല്ലുകൾ പാകിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇതിന് ഇവിടെ ഒരു വാതിലുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു വാതിലുണ്ട്. നമ്മൾ മെയിൻ കവാടത്തിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ ഒരു സംഭവം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മറ്റേ അടിപൊളി ലോക്കും കാര്യങ്ങളും, ഇതിനെന്തോ ഒരു പേര് പറയാൻ ലോക്കിന് അത് കിട്ടണില്ല. ഇനി ഇങ്ങനെ പോയാൽ നമുക്ക് ഇനി ഇവിടെ ഒരു കവാടം കിട്ടും. ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒരു അടിപൊളി ക്യാമറ, സോറി കണ്ണാടി സെറ്റപ്പ്, നമുക്ക് ഒരുങ്ങാൻ പരിപാടിക്ക് കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഈ ചെറിയൊരു റൂമാട്ടോ, ഇതൊക്കെ ഫുൾ സെറ്റപ്പ് റൂം. ഇവിടെ ഇങ്ങനെ റൂം. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ മേലേക്ക് കയറുള്ള ഇതുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് നിലത്തില്ലേ കല്ലാണ്, ഫുള്ള് കല്ല്. അതായത് പണ്ടത്തെ മാർബിളാക്കൽ ഇതൊക്കെ കേട്ടോ. ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഇതാണ്. ഈ ഉറിക്കൊക്കെ ഈ ചെമ്പിൻ്റെ ഉറിയാണ്, ലക്ഷങ്ങൾ വില ഉണ്ടാവും. പിന്നെ അതേമാതിരി ഉണ്ടോ ഇവിടെ ഒരു ഡൈനിങ് ഹാള് സംഭവങ്ങൾ. ഇവിടെ ഇങ്ങനെ ഇറങ്ങിയാൽ ഇവിടെ ഉണ്ട്. ഇത് ഈ റൂമിലത്തെ ആൾക്കാർക്ക് സെറ്റപ്പ് ആവാനുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു റൂം ഇങ്ങനെ സെറ്റപ്പ്. പിന്നെ ഇങ്ങനെ പോകും. ഇത് മൊത്തത്തിലൊരു റൗണ്ട് ഇങ്ങനെ ചുറ്റുക, അതാണ്. ഇത് ഇങ്ങനെ പുറത്തേക്കുള്ളൊരു വാതിലാട്ടോ. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സെറ്റപ്പ് ഉണ്ട്. ഇതൊരു ടോയ്ലറ്റ് സെറ്റപ്പ്. പിന്നെ ഇങ്ങനെ ഈ സാധനം തന്നെ നമ്മൾ നേരത്തെ കണ്ട അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ് വന്നു. ഞാൻ ചാടി ചാടി നടക്കേണ്ടത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം സെറ്റപ്പ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ഹാള് സാധനം വരുന്നത്. അതായത് പണ്ടത്തെ മെയിൻ എൻട്രൻസ് ആണിത്. ഒരു സെറ്റപ്പ് സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കുറേ ആൾക്കാർ, ഇത് നമ്മളെ പഴയ ആൾക്കാർ ഒക്കെ കുറേ ആളുണ്ട്. ഗാന്ധിജി, നെഹ്റു, ഇന്ദിര, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ. ഇവിടെ ഒരു പുസ്തകത്തിൻ്റെ ശേഖരം തന്നെ ഉണ്ട്, പഴയ കാല കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു കഥകളി പരിപാടി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ താഴത്തുള്ളൊരു സെറ്റപ്പ്. ഇനി നമ്മൾ മേലത്തെ സെറ്റപ്പിലോട്ടാണ് പോകുന്നത്. കോണിപ്പടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മരം, ഫുൾ മരത്തിൻ്റെ ഫിനിഷോട് കൂടി ഒരു സാധനം. പിന്നെ ഇവിടുത്തെ ഒരു സെറ്റപ്പാണ്. ഇത് നമുക്ക് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റിയ ഒരിടം. സപ്പോട്ട മരങ്ങളുണ്ട് ഇഷ്ടം പോലെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് സ്ഥലം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കാണാം. അവിടെ ചേട്ടൻ പുല്ലിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ പുറത്തേക്കെത്തി. ഇതൊരു മുതൽ സ്ഥലമാണ്. ഇതിവിടെ ഇങ്ങനെ റൂമ്, ഇവിടെ റൂം, അങ്ങനെ 3 റൂം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കാണാട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പ് കണ്ടോ. എന്താ സെറ്റ് സ്ഥലം. പിന്നെ ഇത് ഇങ്ങനെ പോയി ഇവിടെ ഒരു റൂമുണ്ട്. അങ്ങനെ ഇവിടെ അലുമാറ സംഭവങ്ങൾ ഇങ്ങനെ ചുറ്റി. അങ്ങനെ ഇവിടെ ടോയ്ലറ്റ് പരിപാടി. അങ്ങനെ നമ്മൾ വീണ്ടും കോണിപ്പടിയിലേക്ക് ചുറ്റിത്തിരിക്കുന്നു. അങ്ങനെ